ശ്രീ ജയരാജ്, നേരത്തെ മുതൽ തന്നെ മേയറുമായി അഭിപ്രായ ഭിന്നതകൾ തുടർന്നു വരികയാണ്. ധാരണപ്രകാരം സ്ഥാനമൊഴിയാൻ ഉള്ള നിർദ്ദേശം അദ്ദേഹം നിരസിച്ചത് കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സുരേഷ് ഗോപിയുമായി നടത്തിയ ഊഷ്മളമായ കൂടിക്കാഴ്ച കണ്ടതാണ്. ഇപ്പോൾ ഈ കേക്ക് വിവാദത്തിൽ വരെ അത് എത്തി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും കോർപ്പറേഷനിൽ തന്നെ വികസന കമ്മിറ്റി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്ത് പറയുന്നു ഈ കൂടിക്കാഴ്ചയെ ആ രീതിയിൽ കാണേണ്ടതില്ല എന്നതാണ്. BJP-യിലേക്ക് ചിലപ്പോൾ കേക്കും ബോംബും ഒക്കെ അവർ കൊണ്ടുപോകും. അവർ ആഗ്രഹിക്കുന്നത് പോലെ ആരും BJP-യിലേക്ക് പോകില്ല. വേറെ മേയറെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ മേയറുടെ ഭാഗത്ത് തെറ്റില്ല എന്ന ഒരു നിലപാടിലേക്ക് CPM എത്തുന്നുണ്ട്. ഇപ്പോൾ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെ നിന്നുള്ള ഒരു നേതാക്കളെയും ചർച്ചയിൽ പങ്കെടുക്കാൻ CPM അനുവദിക്കുന്നില്ല. പരസ്യ പ്രതികരണങ്ങളിലും അതുതന്നെയാണ്. അപ്പോൾ മേയറെ കൈവിടേണ്ട എന്ന രീതിയിൽ, പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന രീതിയിൽ എന്തുകൊണ്ട് CPM ഇപ്പോൾ നിലപാടെടുക്കുന്നു? ഇതിനെ ഒരു ഗൗരവമായ വിഷയമായി കാണണ്ട, മേയറെ ആ നിലയിൽ അകറ്റി നിർത്തേണ്ടതില്ല എന്ന് CPM തീരുമാനിക്കുന്ന സാഹചര്യം എന്താണ്? ഇതിനകത്ത് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയതല്ലേ, കാരണം ഇത്തരം സന്ദർശനങ്ങൾ, ഭവന സന്ദർശനങ്ങൾ സ്വാഭാവികമാണ്. അതിന്റെ പേര് ഇപ്പോൾ EP ജയരാജനെതിരെ നടപടിയെടുത്തത് ഈ വിഷയത്തിലൊന്നുമല്ല. BJP നേതാവ് സന്ദർശിച്ചത്, അല്ലെങ്കിൽ കേരളത്തിന്റെ ചാർജുള്ള BJP നേതാവ് സന്ദർശിച്ചതിന്റെ പേരിലൊന്നുമല്ല EP ജയരാജനെതിരെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റി. മറ്റ് കുറേ നാളുകളായിട്ട് LDF-ൽ നിന്ന്, പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. കുറച്ച് നാൾ ലീവായിരുന്നു. അതിനുശേഷം ചില തുടർച്ചയായിട്ട്, അത് പാർട്ടി സമ്മേളനങ്ങളിലെ ചർച്ചകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തന്നെ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് LDF കൺവീനറായിട്ട് തുടരാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് EP ജയരാജൻ സാറിനെ അതിനകത്തുനിന്ന് ഒഴിവാക്കിയതെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് തുടരുന്നുണ്ട്. അത് വേറൊരു വിഷയം. കൂടിക്കാഴ്ചയിലും തുടർന്നുണ്ടായ ചില പരസ്യ പ്രതികരണങ്ങളിലും, തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ പരസ്യ പ്രതികരണങ്ങളിലും പാർട്ടി എത്തിപ്പെട്ട തീരുമാനം, നിലപാട് എന്താണ് എന്നത് പാർട്ടി തന്നെ വിശദീകരിച്ച കാര്യമാണല്ലോ. അത് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ് പലതും. ഇപ്പോൾ ഒരു സന്ദർശനത്തിന് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോഴത്തേക്ക് ഒരു ബാന്ധവമായി, അല്ലെങ്കിൽ ഇവരുമായിട്ട്, സംഘപരിവാരമായിട്ട് കൂടുതൽ അടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടായി. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ എന്താ നടന്നത്? തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് ഉണ്ടായ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് മാറ്റം വരുത്തുകയും TN പ്രതാപനെ പോലുള്ള നേരത്തെ ജയിച്ചിരുന്ന ഒരാളെ അവിടുന്ന് മാറ്റി അവിടേക്ക് K മുരളീധരൻ എന്ന് പറയുന്ന സ്ഥിരം ബലിയാടിനെ കൊണ്ടുവന്ന് നിർത്തുകയും അദ്ദേഹത്തിന് ബലി കഴിച്ചിട്ട് പോവുകയും ആ 78,000 വോട്ട്, TN പ്രതാപന്റെ വോട്ട് കൃത്യമായി BJP-യുടെ കിറ്റിൽ വീഴുകയും ചെയ്യും. അല്ലാതെ ഈ പൂരം കലക്കിയത് കൊണ്ട് ഒരു ദേശത്തിന്റെ മുഴുവൻ വോട്ട്, അല്ലെ പൂരം കലക്കി എന്നുള്ള വാദമൊന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കലക്കി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഭയങ്കര വോളട്ടൈൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എടുക്കും. അത് ചില അധികം ഇതില്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത പോലീസുകാർ അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നടന്നില്ല. ചില ആളുകളെയൊക്കെ തടഞ്ഞു വെക്കുകയുണ്ടായി. പൂരം വെളുപ്പിന് നടക്കുന്ന പൂരം നേരം പുലർച്ചയ്ക്ക് ശേഷം മാത്രമാണ് സംഭവിച്ചത്. അങ്ങനെയൊക്കെയുള്ള ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് അത്ര വലിയ പ്രൊപ്പഗൻഡ ഒന്നും ആയിട്ട് ആരും ഉപയോഗിച്ചിരുന്നില്ല ഇലക്ഷൻ സമയത്ത്. സുരേഷ് ഗോപിയോട് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. VS സുനിൽകുമാർ ഉന്നയിച്ച ഗൗരവതരമായ വിഷയം എന്താണ് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. CPM-ന് മാത്രമേ ഇത് മനസ്സിലാകാതെയുള്ളൂ. ഈ കൂടിക്കാഴ്ചയിലെ അവരുടെ ലക്ഷ്യം എന്താണ് എന്നത് മനസ്സിലാകാത്തത് CPM-ന് മാത്രമേ ഉള്ളൂ എന്നാണ് അനിലക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒട്ടക പക്ഷിയെ പോലെയാണ് CPM എന്ന് പറയുന്നു. നിങ്ങളുടെ CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വികസന കമ്മിറ്റി അധ്യക്ഷന്റെ പ്രതികരണവും ആ നിലയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. മറ്റു പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും ഒരു അംഗം വേണ്ട എന്ന് പോലും തീരുമാനിക്കുന്നു. ഇതിൽ മൗനം തുടരാമെന്ന് CPM തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ് എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചതും. ഇതിനകത്ത് മൗനത്തിന്റെ ഒന്നും കാര്യമില്ല. കാര്യം ഇതൊരു നോൺ ഇഷ്യൂ ആണ്. ശരിക്കും ഇത് ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമേ അല്ല. ഒരു ക്രിസ്മസ് കേക്കുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവിടെ ചെല്ലുന്നു, മേയറെ കാണുന്നു. മേയർ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനാ ചുമതലയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ആർക്ക് വേണമെങ്കിലും പോയി കാണാം, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കേക്ക് നൽകാം. ആ ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി. അല്ലാതെ ഉടനെ തന്നെ നാളെ മാറിയിട്ട് മാറിയിട്ട് MK വർഗീസ് മാറി BJP-യുടെ കൂടെ പോകുന്നൊക്കെയുള്ള ഒരു ധ്വനി വരുത്തേണ്ടുന്ന കാര്യമൊന്നുമില്ല. അന്വേഷിച്ചിരുന്നു CPM. അപ്പോൾ ചായ ആണെങ്കിൽ വിളിച്ചു വരുത്തും, കേക്കാണെങ്കിൽ പ്രശ്നമില്ല എന്നാണോ?
അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് ഇപ്പൊ ചായ ആണെങ്കിലും കേക്ക് ആണെങ്കിലും ഇതെല്ലാം ഒരു ഡിപ്ലോമസിയുടെ ഭാഗമല്ലേ. ആ സമയം അതിശക്തമായിട്ട് നിലപാടുകൾ എടുക്കേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പാലക്കാട് കരോളിനെതിരെ ആക്രമണം നടത്തി, കരോളിന് സംഘങ്ങളെ തടസ്സപ്പെടുത്തി, കരോൾ ഗാനം തടസ്സപ്പെടുത്തിയ വിഷയത്തിൽ VHP പ്രവർത്തകർക്കെതിരെ ഉടനെ തന്നെ കേസെടുക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഇതുപോലെ സെയിന്റ് കത്രീഡലിൽ എവിടെയാണ് ഇത് നടന്നപ്പോൾ അവിടെയും ഇതുപോലെ ശ്രീകൃഷ്ണ ശ്രീരാമ ഇത് വിളിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ രാജ്യത്തിലെമ്പാടും ക്രിസ്മസ് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് VHPയുടെ പേരിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. രാജ്യത്തെമ്പാടും നമ്മൾ അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പേരാണ്. ഇപ്പോൾ ഗൗരി ലങ്കേഷിനെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർ ഹനുമാൻ സേനയായിട്ട് മാറും. ഗാന്ധി വധം നടത്തുമ്പോൾ അവർ ഹിന്ദു മതസഭയായിട്ട് മാറും. ബാബറി പള്ളി വിളിക്കുമ്പോൾ അവർ VHP ആവും. ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊള്ളുമ്പോൾ ബജരംഗദളാവും. പത്മാവതി സിനിമയ്ക്കെതിരെ പ്രകടനം നടത്തുമ്പോൾ അത് കർണി സേനയായി മാറും. മുഹമ്മദ് അത്ലാഖ് എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ ബീഫ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുമ്പോൾ അത് ഗോരക്ഷക് സേനയാവും. ഇതിനെല്ലാം ഒരു പേര് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേര് സംഘപരിവാർ എന്നാണ്. അപ്പൊ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനത, വളരെ സെക്കുലർ ആയിട്ടുള്ള ജനത നോക്കി നിരീക്ഷിക്കുക തന്നെയാണ്. അവരിനി കേക്കല്ല, ഇനി എന്ത് ഡിപ്ലോമസി നടത്തിയാലും ഇവര് ഈ പുറമേ ഉള്ള ഇത് മാത്രമല്ല, അതിനൊരു ഹ്യൂമൻ ഫേസ് ആയി നിന്നു കൊടുക്കാനായിട്ട് ചില ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ ചിലരെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, ചിലരെ ED കാണിച്ച് പേടിപ്പിച്ച്, ചില ആളുകളുടെ വിദേശ ഫണ്ടുകൾ തടഞ്ഞു വെച്ച്, അങ്ങനെ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം എന്തായാലും ഇതൊരു വിഭജന തന്ത്രം BJP പയറ്റുന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോഴും നേരെ കൈവിടേണ്ട എന്നതാണ് CPM-ന്റെ ഇപ്പോഴത്തെ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. അടുത്തു നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഡോക്ടർ B ജയരാജ്, BJP എന്തൊക്കെ PR വർക്ക് ചെയ്താലും അവരുടെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശവും സംഘപരിവാറിന്റെ ഉദ്ദേശവും കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ സുരേഷ് ഗോപിയെ പോലെ ഒരാള് പാർലമെന്റിൽ പോയതിന്റെ സുപ്രധാനമായ ഉത്തരവാദിത്തം ഇവിടുത്തെ വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, UDF-നാണ്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്, വലതുപക്ഷ മുന്നണികൾക്കാണ്. അവരുടെ വോട്ട് ചോർച്ച കൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലെ ഒരാള് എപ്പോഴും കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ, ജയിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ BJP-കാർ ജയിക്കുമ്പോൾ അവിടെ തിരിച്ചു ഈ നിലപാട്, ഈ കേക്ക് കൊണ്ടുപോയത് വളരെ നിസ്സാരമായ വിഷയമാണ് എന്നൊക്കെയുള്ള നിലപാട് മറ്റേതെങ്കിലും മേയർമാരുടെ വീട്ടിലേക്കാണെങ്കിൽ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി